നെക്കാട്ടും 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ചേച്ചി അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാന്ന് വെച്ചാൽ ഇത് എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഡ്രസ്സ് അങ്ങനെ ആയത്. നിങ്ങൾക്ക് അന്ന് മെഷർമെന്റിന്റെ കാരണം കൊണ്ടല്ലേ അങ്ങനെ ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ എക്സ്ട്രാ തുണി എടുത്ത് ഞാൻ ചെയ്യണമെന്ന് പറയാൻ എന്തുകൊണ്ടാണ്? രാവിലെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ 10-12,000 രൂപ ചേച്ചി അതല്ലേ പറഞ്ഞത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എല്ലാരും 1.5 ഇഞ്ചായിരുന്നത്. നമസ്കാരം. ഓൺലൈൻ ബിസിനസ്, ഈ ഓൺലൈൻ വഴി ഇപ്പോൾ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഓൺലൈൻ വഴി എല്ലാ ബിസിനസ്സും നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓൺലൈൻ വ്യഭിചാരം വരെ ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായി? ചിലവര് ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തുണി അവത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നവർ തൊട്ട് പല രീതിയിലുള്ള ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന, വളരെ സത്യസന്ധമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരെ പറ്റിച്ച് ഉടായ്പ സാധനങ്ങൾ കൊടുത്ത് വിറ്റ് ജീവിക്കുന്നവരുമുണ്ട്. അപ്പൊ അറിയാലോ, അപ്പൊ ഈ ഓൺലൈനിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഓൺലൈൻ ബിസിനസ്സും അതിനെ പറ്റി ഉണ്ടായ ചില ഇഷ്യൂസുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് ഓൺലൈൻ സ്റ്റിച്ചിങ്, അതായത് തയ്യക്കട, ഓൺലൈൻ വഴി തയ്യൽക്കട നടത്തുന്ന അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ യൂട്യൂബ് ചാനലിന്റെ പേര് ഫോർ മിന്നു ഇൻറ്റു 24 എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. ഞാൻ ഇതുവരെക്കാട്ടി ഈ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ചാനലാണ്. ആരും എനിക്ക് റെക്കമെൻഡ് ചെയ്തതുമല്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പറ്റിയ ഒരു വിഷയമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. അതായത് ഇവിടുത്തെ വിഷയം മറ്റൊന്നുമല്ല. ഈ പറയുന്ന മിന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി ഓൺലൈൻ വഴിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പലർക്കും ഡ്രസ്സുകളൊക്കെ തച്ചു കൊടുക്കുന്നുണ്ട്. അവർ ക്യാഷ് അടയ്ക്കുന്നു, ഏത് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു, അവര് പിന്നീട് ക്യാഷ് അടയ്ക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഡ്രസ്സ് എടുത്ത് തച്ച് അവർ തരുന്ന മെഷർമെന്റ് അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, തുണി തച്ച് പാക്ക് ചെയ്ത് അയക്കുന്നു. ഇതായിരുന്നു ഈ പെൺകുട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെയും സത്യസന്ധമായിട്ട് തന്നെയാണ് പെൺകുട്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഒരാളൊരു ഓർഡർ കൊടുത്തു, ആ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. അവര് ഏതാണ്ട് 14,500 രൂപയോ അങ്ങനെ എന്തോ ആണ്. അപ്പം അതിനൊക്കെ അവര് വില പേശി ഒരു വില നിശ്ചയിക്കുന്നു. അതിനുശേഷം ഓർഡർ കൊടുക്കുന്നു. ഈ പെൺകുട്ടി ഇത് തച്ച് റെഡിയാക്കി കൊടുക്കുന്നു. അതിനുശേഷം അവർ പറയുന്നത് ഈ തച്ചത് ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് പുതിയത് തച്ച് തരണം എന്നുള്ളതാണ് വിഷയം. ഇവിടെ അത് നമുക്ക് ഈ പെൺകുട്ടി എന്താണ് പറയുന്നത് എന്ന് ആദ്യം കേൾക്കാം. കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ പറയാനുണ്ട്. ഓക്കെ. 14,500 രൂപയുടെ ഗൗൺ 12,500 രൂപയ്ക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് എല്ലാം സെറ്റായി അഡ്വാൻസ് ഒക്കെ തന്ന് ഡ്രസ്സിന് മെഷർമെൻ്റ് ഒക്കെ അവരയച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് കഴിഞ്ഞപ്പോൾ അത് ആരെങ്കിലും ഇട്ട് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ അനിയത്തിനെ ഇട്ട് കാണിച്ചും കൊടുത്തായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് അങ്ങനെ നെക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഫസ്റ്റത്തെ ഞാൻ കാണിച്ചു തരാം. നെക്ക് പുള്ളിക്കാരിക്ക് അങ്ങനത്തെ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അത് അഴിച്ച് ഫുൾ അഴിച്ചിട്ട് രണ്ടാമത് അത് സ്റ്റിച്ച് ചെയ്ത് മറ്റേ ട്രാൻസ്പെറൻറ്റ് നെക്കാക്കിയിട്ടുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ഇവിടെ നിന്ന് അയക്കുകയും ചെയ്തു. ഞാൻ ആദ്യത്തത് കാണിച്ചു തരാം. ഡ്രസ്സിൻ്റെ ഇതാണ് കേട്ടോ ഗൗണ്. എനിക്ക് അവളെ തല കാണിച്ച അവളെന്നെ കൊല്ലും, അതുകൊണ്ടാണ് അവളെ ഞാൻ കാണിക്കാത്ത. ഇതാണ് ആ ഗൗൺ. ആദ്യം ഇങ്ങനത്തെ നെക്കാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ നെക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റിയിട്ട് ട്രാൻസ്പെറൻറ്റ് നെക്കാക്കിയിട്ടുണ്ടായി. ഇവിടെ നിന്ന് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്ക് മതി എന്ന് വെച്ചിട്ട് വന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്ത് ഡ്രസ്സ് ഞാൻ അയക്കുകയും ചെയ്തിട്ടുണ്ടായി. ഈ ചേച്ചിക്ക് വണ്ണില്ല കേട്ടോ. എൻ്റെ അനിയത്തിക്ക് അത്യാവശ്യം വണ്ണുള്ളൂ. 33 അവൾക്ക് ചെസ്റ്റ് വന്നത്. ഈ ചേച്ചി എനിക്ക് മെഷർമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു 31 ആയിരുന്നു. ഇതവിടെ അപ്പൊ ഓക്കെ, 14,500 രൂപ വില വരുന്ന ഒരു ഗൗണ്, അതായത് ഈ വില പേശി 12,500 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഇത് തച്ചതിന് ശേഷം അവർ മെഷർമെന്റ് അയച്ചു കൊടുത്തു. അവരുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് 31 ആയിരുന്നു എന്ന് പറയുന്നു. ആ രീതിയിൽ ഇവരെന്ത് ചെയ്തു, ആദ്യം ഈ പറയുന്ന നെക്കിന്റെ ഭാഗം ഇവർ വേറെ രീതിയിലാണ് ചെയ്തത്. അത് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഇവർ ഇളക്കി ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവിടെ സംഭവങ്ങൾ സംഭവിക്കുന്നത്. അയച്ചു കൊടുത്തതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഈ ചേച്ചിക്ക് വണ്ണില്ല കേട്ടോ. എൻ്റെ അനിയത്തിക്ക് അത്യാവശ്യം വണ്ണുള്ളൂ. 33 അവൾക്ക് ചെസ്റ്റ് വന്നത്. ഈ ചേച്ചി എനിക്ക് മെഷർമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു 31 ആയിരുന്നു. ഇതവിടെ ചെന്ന് ഈ ചേച്ചിക്ക് കിട്ടിയിട്ട് എനിക്ക് അപ്പം തന്നെ ഒരു ഫോട്ടോ അയച്ചു തന്ന് ഇവിടെ ഇട്ട് ആദ്യം മാറി ഇവിടെ ആയിട്ട് ഇങ്ങനെ കീറിയിരിക്കണം. ഞാനപ്പം തന്നെ ആ ചേച്ചിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് അയച്ചപ്പോൾ ഇത് കീറിയിട്ടുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇവിടെ നിന്ന് അയച്ചപ്പോൾ കീറിയെന്നായിരിക്കും ആദ്യം തന്നെ പറയാൻ വേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ നല്ലോണം തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് അയച്ചപ്പോൾ ഇത് കീറിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. എന്നാൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായി ഡ്രസ്സിൻ്റെ. പിന്നെ അതിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് മിന്നൂസ് ആലപ്പുഴ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ റീഫണ്ട് ചെയ്യണം. ഞാൻ തരത്തില്ല, എന്തിന് ഞാൻ തന്നെ
അവിടെ കൊണ്ടുപോയി ഇവർ കീറിയിട്ട് എന്നോട് പൈസ റീഫണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ കൊടുക്കണം? ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഇങ്ങോട്ട് അയക്കണമെങ്കിൽ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചുതരാം, അല്ലാണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ട് ഇവർ ഓക്കെ. ഇപ്പോ ഇവർ അങ്ങോട്ട് അയച്ചതിന് ശേഷം അവർ പറയുന്ന വെച്ച് കഴിഞ്ഞാല് അവിടെ കൊണ്ടു ചെന്നപ്പോൾ അതിന്റെ ഈ ഭാഗത്ത് എവിടെ കീറിയിരുന്നു, കീറിയിരുന്നു. അതുകൊണ്ട് എന്താണ് നിങ്ങൾ തച്ചത് ശരിയായിട്ടില്ല, അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം, എനിക്ക് ഞാൻ കേസ് കൊടുക്കാൻ പോകണം, ഇത് നേരെ തച്ചു തരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് 31 അളവ്. ഞാൻ അത് ക്ലിയർ ആയിട്ട് ഇവരുടെ അനിയത്തിയുടെ ചെസ്റ്റിന് 34 33 അവൾ ഇട്ടിട്ടും അവൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അയച്ചു കൊടുത്തത്. അവിടെ ചെന്നിട്ട് ഇവര് മുമ്പേ കീറി വെച്ചിരുന്നതാണോ അവര് അഭിപ്രായപ്പെടുന്നത്. അതായത് ഇവിടെ നിന്ന് അയക്കും മുമ്പേ ഈ സാധനം കീറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ അല്ല, അവർ തന്ന മെഷർമെന്റ് അനുസരിച്ച് കൃത്യമായിട്ട് ഞാൻ ചെയ്ത് കൊടുത്ത് ഇവിടുന്ന് കീറിയതല്ല എന്ന് പറഞ്ഞു. ബാക്കിയും കൂടി കേൾക്കാം. ഈ ചേച്ചിയുടെ അമ്മ പിന്നെ എന്നോട് അങ്ങനെ അധികം ചൂടായി, ഈ ഡ്രസ്സ് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് തിരിച്ചയച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ അയക്കാമെന്ന് പറഞ്ഞ് ഞാൻ തയ്ച്ച ഡ്രസ്സാണല്ലോ, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കൊടുക്കും, അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ചേച്ചി അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് നല്ലോണം തന്നെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർഡർ തന്ന ചേച്ചി. അത് കഴിഞ്ഞ് രാവിലെ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ടാണ്, എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താണ് പുതിയ തുണി എടുത്ത് തയ്ക്കണം എന്ന് പറഞ്ഞു, ടോപ്പിൽ വേറെ തുണി വെക്കണം, അത് ചീത്തയാണ്, അത് കാണാൻ കൊള്ളത്തില്ല, കറുപ്പാണെന്ന്, ഇല്ല അഴുക്കെന്നല്ല, എന്താണ് ഇവിടുത്തെ കളർ വേറെ അവിടുത്തെ കളർ വേറെ, ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ട്, ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചേച്ചി അത് കഴിഞ്ഞ് എനിക്ക് അയച്ച വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. അതോട്ടും കഷവും കൈ മുട്ടിന്റെ മേളിലോട്ടും കുറച്ച് ടൈറ്റാണ്, ഇച്ചിരി ടൈറ്റാണ്. അതുപോലെ കഷം നല്ല ടൈറ്റാണ്, ചെസ്റ്റിന്റെ ഭാഗവും കൂടെ. അപ്പം ഇച്ചിരി കുറച്ച് ഒരു 34 വെച്ച് ചെയ്യും, ഇച്ചിരി വലുതാക്കി ചെയ്തിട്ട് തയ്യൽ തുമ്പ് ഇടണേ. 34 ഇട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതായത് മറ്റൊന്നുമല്ല, ഈ സാധനം ഇവര് പറഞ്ഞ മെഷർമെന്റിൽ ഇവർ ഏതാണ്ട് 2 സെന്റിമീറ്റർ എന്തോ കൂടുതൽ തയ്യൽ തുമ്പൊക്കെ ഇട്ട് കൊടുത്ത സാധനമാണ്. അവിടെ കൊണ്ടുവന്ന് അവരിട്ടപ്പോ കയറുന്നില്ല, ഇറുക്കമാണ്. ഇറുക്കി കൈ വെക്കി ഇവർ ഇവിടെ കീറി. ഈ കീറിയിട്ട് ഈ കുട്ടിയെടുത്ത് പെൺകുട്ടിയെടുത്ത് വിളിച്ചു പറഞ്ഞ് ഇത് കീറിപ്പോയി, അപ്പൊ പെൺകുട്ടി നിങ്ങൾ അയച്ചാൽ മതി, കീറിയിട്ടുണ്ടെങ്കിൽ തച്ച് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോ പെൺകുട്ടിയുടെ അമ്മ വിളിച്ചു പറയുന്നു അത് ഡ്രസ്സ് ശരിയല്ല, അത് വേറെ തുണി വെച്ച് തയ്ക്കണം, പിന്നീട് അതിന്റെ ക്യാഷ് അവർ തരത്തില്ല, ഇല്ലെങ്കിൽ അവർ കൊണ്ട് കേസ് കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടി പിന്നെ വിളിച്ചൊരു വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ആ പെൺകുട്ടി ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് ഇറുക്കമാണ്, ഈ 31 എന്ന് പറഞ്ഞ് 34 ഇട്ട് തച്ചു. യഥാർത്ഥത്തില് അവരെടുത്ത മെഷർമെന്റ് തെറ്റിപ്പോയി. അപ്പൊ ഈ പെൺകുട്ടി അവർ തന്ന മെഷർമെന്റ് അനുസരിച്ച് തച്ചു കൊടുത്തു. പക്ഷെ ഇപ്പൊ അവര് ചെയ്യുന്നതെന്നറിയാമോ, അത് അവരുടെ തെറ്റ് ഈ പെൺകുട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ പെൺകുട്ടി തന്നെ എന്ത് ചെയ്യണം, പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ന്യായം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നോക്കി വേണം. അപ്പം അല്ലെങ്കിൽ എന്താണ്, നമുക്ക് നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. ഇനി അവർക്ക് ആ ഡ്രസ്സ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് വലുതായിരുന്നെങ്കിൽ നമുക്ക് ചെറുതാക്കാം. ചെറുതായി പോയി വലുതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു തയ്യൽക്കട തയ്ക്കാൻ നേരത്ത്, തുണി തയ്ക്കാൻ നേരത്ത് കുറച്ച് ഒരു ഇപ്പം ഈ പറയുന്ന 30 അതിന്റെ അളവെങ്കിൽ 1-2 സെന്റിമീറ്റർ കൂടി കൂടുതലിടും. അതാ പക്ഷെ നിങ്ങൾക്ക് ചെറുതായി പോയി വലുതാക്കാം എന്നുള്ള രീതിയിൽ ചെയ്യും അല്ലേ? അപ്പൊ അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൽ കൂടുതൽ തുണി ആരും ഇടാറില്ല. അപ്പൊ ഈ പെൺകുട്ടി അത് കൃത്യമായിട്ട് ചെയ്തു. അവരെന്ത് ചെയ്യുന്നു, അവരുടെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് എല്ലാം ഈ പെൺകുട്ടിയുടെ തലയിൽ ഇടയാണ്. ഏതാണ്ട് 12,500 സാധനമാണ്. ഇപ്പൊ അവർ പറയണം നിങ്ങൾ വേറെ തുണി വാങ്ങിച്ച് നിങ്ങളുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 31 അളവാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5-6 സെന്റിമീറ്ററും കൂടി കൂടുതൽ അങ്ങ് ഇടണ്ടേ, ഇത്രയും രൂപയ്ക്കല്ലേ നിങ്ങളെ ഒരു തയ്യൽ തുണ്ട് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള ആരോപണം തിരിച്ചവരെടുത്ത് അടിക്കുകയാണ്. ഇനി ആ പെൺകുട്ടിയുടെ അമ്മ വിളിച്ച ഒരു വോയിസ് ഉണ്ട്, ആ വോയിസും കൂടി കേൾക്കണം. അതിനകത്ത് അവസാനം അവർ പറയുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരം, നമുക്ക് കേൾക്കാം അതുകൂടി. ഹലോ ഡ്രസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മെഷർമെന്റ് നോക്കി, ചേച്ചി തന്ന മെഷർമെന്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനെക്കാട്ടും 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഡ്രസ് ചെയ്തിട്ടുള്ളത്. ചേച്ചി അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാന്ന് വെച്ചാൽ ഇത് എന്റെ കയ്യില് കുഴപ്പം കൊണ്ടാണ് ഡ്രസ് അങ്ങനെ ആയത്. കുട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് പിന്നെ ഏത് പറയണം? അല്ല, ഈ കുട്ടി എന്താ പറയാനുള്ളത്? ഇതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊടുത്ത മെഷർമെന്റ് അനുസരിച്ച് 2 ഇഞ്ച് കൂടുതലിട്ട് പുള്ളി കുട്ടി തച്ച് കൊടുത്തതിട്ട് അവർ പറയുക ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടെന്ന്. പിന്നെ എന്തിനാ ഇപ്പം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നു, അതിനെ കുറിച്ച് പറയട്ടോ. ഇത് എന്തോന്നിടേ ഇത്? ആ കുട്ടി കൃത്യമായിട്ട് പറയാം, നിങ്ങൾ തന്ന മെഷർമെന്റ് ഞാൻ അവിടെ കാണിക്കട്ടെ. പുള്ളിയോട് അവര് വാട്സപ്പിൽ അയച്ചു കൊടുത്ത മെഷർമെന്റ് ഞാൻ ഇവിടെ കാണിക്കാം. കൃത്യമായിട്ട് ആ മെഷർമെന്റ് ഉണ്ട്, വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഈ കുട്ടി തച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഡ്രസ്സ് വന്നതിന് ശേഷം കുട്ടി ഈ പറയുന്ന എന്താണ് ഈ നമ്മുടെ ഓൺലൈനിൽ തന്നെ അളന്ന് കാണിച്ചിരുന്നുണ്ട്. കൃത്യമായിട്ട് 2-3 ഇഞ്ച് കൂടുതൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ അവർ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ കുട്ടിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് എല്ലാം. കഷ്ടം. നിങ്ങൾക്ക് മെഷർമെന്റിന്റെ കാരണം കൊണ്ടല്ലേ അങ്ങനെ ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ എക്സ്ട്രാ തുണി
പറഞ്ഞു നമ്മളിപ്പോ 10,000-12,000 രൂപ കൊടുത്ത് 10,000-12,000 രൂപ പൊളിച്ചിടാൻ വേണ്ടിട്ട് സ്ഥലം വേണം. ചേച്ചി അതല്ലേ പറഞ്ഞത്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എല്ലാരും 1.5 ഇഞ്ചായിരുന്നത്. ആ ഞാൻ പറഞ്ഞില്ലേ 10,000-12,000 രൂപ കൊടുത്ത് തുണി വാങ്ങിക്കുമ്പോൾ അതിന് പൊളിച്ചിടാനുള്ള സ്ഥലം വേണം. തയ്യൽ തുമ്പിട്ട് വേണം തയ്ക്കാൻ. നമുക്ക് വണ്ണം കുറവാണെങ്കിൽ വണ്ണം കൂട്ടിയിടണം. മനസ്സിലായ? ആ ഇപ്പൊ വണ്ണം കുറവാണ്. ചേച്ചി വണ്ണം കുറവാണ്. അത് ആ ചേച്ചിക്ക് എടുത്ത അളവിന്റെ മിസ്റ്റേക്കാണ്. ഇപ്പൊ 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കും. ഈ മാസം പോലെ അടുത്ത മാസം ഇരിക്കും. മെഷർമെന്റ് എന്നിട്ട് ഇപ്പൊ അത് എന്റെ കൂടെ പോയെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് വണ്ണം ഇല്ല. അതായത് പൊളിച്ചിടാൻ വേണ്ടിട്ട് ഒത്തു വെച്ചിട്ടില്ല. വണ്ണം വേണം. ആ കീറിയത് കണ്ടോ? കീറിയത് ഞാൻ അതെല്ലാം ഞാൻ ശരിയാക്കി, കീറിയതൊക്കെ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ വേറെ തുണി എടുത്ത് 2ാം ചെയ്യലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു നഷ്ടം ഉണ്ടാവുന്നറിയോ? ഒരു ഡ്രസ്സ് തന്നെ അത് അഴിച്ച് 2ാം. ഞാൻ ഒരു കാര്യം പറയട്ടാ. ഹലോ, പറയും. ഞാന് പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇയാളൊരു കാര്യം ചെയ്യും. ഇയാളത് അവിടെ ആർക്കെങ്കിലും കൊടുക്കുകയുടെ എന്തോ ചെയ്തോ. ഞാൻ അവർക്ക് ഡ്രസ്സ് അവിടെ അച്ഛനില്ലാത്ത കുട്ടിയാണ് അവള്. അവർക്ക് ഞാൻ ഡ്രസ്സ് ആരെങ്കിലും ഏതെന്നെങ്കിലും മാറ്റി ഞങ്ങൾ ചെയ്തോളാം. ഞാൻ മനസ്സമാധാനം കിട്ടിയത്. കാരണം അത് ഇടാൻ പറ്റില്ല. അതിന്റെ കളർ നീ കണ്ടല്ലോ. ആ ദൈവമേ, ആ ചേച്ചി പറഞ്ഞിട്ട് ആ ഡ്രസ് ആ മെറ്റീരിയൽ എടുത്തത്. ആ ചേച്ചിക്ക് എത്ര മെറ്റീരിയൽ അയ്യോ അമ്മ, എന്നാ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ഞാൻ അങ്ങോട്ട് എടുത്താ പോരെ. ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ അപ്പൊ ഇത് കുറെ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് അവർ പറയുന്നതേ ഉണ്ടോ, പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുമോ, നീ ഒരു കാര്യം ചെയ്യുക, അതിന് തച്ചുകൊണ്ട് ഒരു അച്ഛനില്ലാത്ത കൊച്ചാണ്, അവൻ അച്ഛനില്ലാത്ത കൊച്ചായതുകൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാന്നാണോ? അച്ഛനില്ലാത്ത കൊച്ചു നിങ്ങൾക്ക് പറ്റിയ അബദ്ധമല്ല, നീ മാന്യമായിട്ട് പറയണം. ഇത് അബദ്ധം, ഞാൻ കുറച്ച് പൈസ തരും, നിങ്ങൾ ബാക്കി ആ ഭാഗത്ത് കുറച്ച് വലുതായിട്ട് തക്കി എന്ന് മാന്യമായിട്ട് പറയുന്നതിന് പകരം ഈ പറയുന്ന ഈ ഒത്തിരി പാവമെന്ന് കണ്ടു അവരെ തലയിൽ കയറിയിട്ട് കുറ്റങ്ങളെല്ലാം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ അവര് പിന്നീട് എന്തോ 10,000-12,000 രൂപയ്ക്ക് വാങ്ങിച്ചില്ലേ തയ്യൽ തുണ്ട് ഇട്ടിട്ടുണ്ടെന്ന് ഇവര് മനസ്സിലാക്കുന്നില്ല. ഇവര് വേറെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പെൺകൊച്ചിനെ പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പുതിയൊരു സാധനം വാങ്ങുന്നത്. ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ. അവർ പറഞ്ഞു ഇനി എനിക്കിത് വേണ്ട, ഇതിനെ തച്ച് അവിടെ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരൊറ്റ ഇടത്തിന് ഈ ഡ്രസ്സ് കൊടുക്കരുത്. ഏത് പാവപ്പെട്ട പെൺകുട്ടിക്ക് കൊടുത്താലും അവളെ ഈ പാപം കൊണ്ടുവന്ന് നടക്കേണ്ടതായിട്ട് വരും. താങ്കൾ ചെയ്യാനുള്ളത് ഇപ്പോ അവരെന്താ പറഞ്ഞത്, അവിടെ ഈ പറയുന്ന എന്റെ ഒരു അഭിപ്രായമാണ്, ഇപ്പൊ കീറി എന്ന് പറഞ്ഞില്ലേ, ആ കീറി തക്കുക, ആ ബാക്കി തയ്യൽ തുണ്ടുണ്ടെങ്കിൽ അതും കൂടെ എക്സ്ട്രാ വെച്ചിട്ട് തക്കുക. തച്ചതിന് ശേഷം ഈ സാധനം അവരുടെ അഡ്രസ്സിലേക്ക് അയക്കുക. ഇത്ര തന്നെ. അത് വെച്ചോണ്ടിരിക്കരുത്. അവിടെ വെച്ചോണ്ടിരിക്കുന്നവരും കൂടി മുടിയും. മനസ്സിലായോ? അതുകൊണ്ട് അവരെ വീട്ടിലേക്ക് അയക്കുക. മനസ്സിലായോ? ആ അങ്ങ് പോട്ട് അവരെ ക്യാൻസൽ ചെയ്യോ, അവർ തിരിച്ചയക്കണം, നിങ്ങളെ ക്യാൻസൽ ചെയ്തിട്ട് അത് താങ്കളുടെ വീട്ടിലേ വെക്കരുത്, വേറെ ഒരു പാവപ്പെട്ട പെൺകുട്ടികളും കൊടുക്കരുത്. ഇതാണ് കേസ്. കുറെ എണ്ണം ഉണ്ട് സ്വന്തം തെറ്റുകൾ മറക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളൊരു തലയിലേക്ക് പിന്നെ ഇത് കുറ്റം ആരോപിച്ചിട്ട് ഞാൻ മറ്റവളാണ് എന്ന് പറയുന്നത് വളരെ മോശം. നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തൂ. ജയ് ഹിന്ദ്.